Hello, this is Python Malayalam. Python മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ if else കണ്ടീഷനുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ Python ഷെൽ തുറക്കുക. Python ഷെല്ലിൽ if എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? എങ്കിൽ. if age is equal to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ age is 10 എന്നാണെങ്കിൽ 10 വയസ്സാണെങ്കിൽ എന്നാണല്ലോ അർത്ഥം. അതേ അർത്ഥം തന്നെയാണ് പൈതോണിലും ifന്റെ അർത്ഥം. സെയിം സ്ട്രക്ചർ ആണ്, വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്താൽ മതി. നമുക്ക് ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിന് 10 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. വയസ്സ് ഏജ് 10 ആണ്. if age is equal to 10, ഏജ് 10 ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ സിംഗിൾ ആയിട്ട് ഈക്വൽ സൈൻ യൂസ് ചെയ്തിട്ടുള്ളൂ, അസൈൻ ചെയ്യാം. അതേസമയം നമ്മൾ if സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഡബിൾ ഈക്വൽ സൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 10 വയസ്സ്, അതായത് ഏജ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ 10 ആണ് എന്നല്ല, ആണോ എന്നുള്ളൊരു ചോദ്യമാണ്. കമ്പയർ ചെയ്യാം. ഏജ് 10 ആണോ എങ്കിൽ, ഓക്കെ. if സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം നമ്മൾ കോളൻ നിർബന്ധമായിട്ടും ഇട്ടിരിക്കും. 10 വയസ്സാണെങ്കിൽ, ഓക്കെ, പ്രിന്റ് is 10 എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ തന്നെ റൺ ചെയ്യാം. നമുക്ക് ഒന്ന് എൻ്റർ അടിക്കാം, ഒന്നുകൂടെ എൻ്റർ അടിച്ചാൽ മതി. is 10, ഓക്കെ, is 10 ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ശരിയാണ്. അഥവാ ഏജ് എന്ന് പറയുന്നത് 10 ആണ് എന്ന് പറഞ്ഞത് ട്രൂ ആണ്. ഈഫിന് ശേഷം വരുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ മാത്രമാണ് അതിന് ശേഷമുള്ള കോഡ് റൺ ചെയ്യുക. ഇത് തെറ്റാണെങ്കിൽ, ഉദാഹരണത്തിന് ഏജ് ഈക്വൽ ടു 15 എന്നാണ് കൊടുത്തെങ്കിൽ ഏജ് എന്ന് പറയുന്നത് 15 ആണോ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഉത്തരം എന്താണ്? ഫാൾസ് ആണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇത് റൺ ചെയ്യില്ല. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം. if age is equal to 15 ആണെങ്കിൽ print is 15. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കാരണം എന്താണ്? ഏജ് 15 അല്ല. അപ്പൊ അല്ലെങ്കിൽ എന്നുള്ള കൂടെ രൂപത്തിൽ നമുക്ക് കൊടുത്താലോ? അതായത് ഒരാൾ പറയണം അവന് 10 വയസ്സിനേക്കാളും, ഓക്കെ, നമുക്കത് ഒന്നുകൂടി സിമ്പിൾ ആക്കാം. if age is equal to 10, അവന് 10 വയസ്സാണെങ്കിൽ print is 10. ഓക്കെ, ഇനി അല്ല, else. അതിന് നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചിട്ട് എൽസ് തുടക്കത്തിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട്. എൽസ് അല്ലെങ്കിൽ, ഓക്കെ, 10 വയസ്സല്ലെങ്കിൽ, അതായത് ഇവിടെ 10 വയസ്സാണോ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ എന്നുള്ളതാണ് എൽസിൻ്റെ അർത്ഥം. എൻ്റർ അടിക്കുന്നു, പ്രിന്റ് ഈസ് നോട്ട് 10. നമുക്ക് 10 എന്നുള്ളത് മാറ്റിയിട്ട് 15 നോക്കാം. ഇഫ് ഏജ് 15 ആണെങ്കിൽ, ഏജ് എന്ന് പറയുന്നത് 15 ആണെങ്കിൽ ഹീസ് 15, അല്ലെങ്കിൽ ഹീസ് നോട്ട് 15. ഓക്കെ, 15 അല്ല. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഹീസ് നോട്ട് 15. ഓക്കെ, ഹീസ് നോട്ട് 15. അഥവാ ഏജ് എന്ന് പറയുന്നത് 15 ആണോ? ഇത് ട്രൂ ആണെങ്കിൽ ഇത് റൺ ചെയ്യുള്ളൂ. പക്ഷെ ഇത് ട്രൂ അല്ല, ഇത് ഫാൾസ് ആണ്. അതോടുകൂടി ഈ സ്റ്റേറ്റ്മെന്റ് കട്ട് ചെയ്ത് ഒഴിവാക്കി നേരെ ഇങ്ങോട്ട് ചാടി നമ്മുടെ പൈത്തൺ ഷെൽ. എന്നിട്ട് എൽസ് അല്ലെങ്കിൽ എന്നുള്ളത് പ്രിന്റ് ചെയ്തു. അതായത് 15 അല്ലെങ്കിൽ ഹീസ് നോട്ട് 15. ഓക്കെ, ഇനി വേറെ രൂപത്തിൽ നോക്കാം. if age is greater than 10, ഏജ് 10 വയസ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ ഈസ് above 10, അവന് 10ന് മുകളിലുള്ള ആളാണ്. വീണ്ടും നമ്മൾ ഡബിൾ എൻ്റർ അടിച്ചോടുകൂടി അത് റൺ ആയിപ്പോയി. നമുക്ക് പൈത്തൺ ന്യൂ ഫയൽ എന്ന് പറയുന്ന ഫയൽ എഡിറ്ററിൽ ടൈപ്പ് ചെയ്യാം. is equal to 10 if age is greater than 5 എന്നായിക്കോട്ടെ. 5 വയസ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ, ഏജ് 5-നേക്കാൾ കൂടുതലാണെങ്കിൽ പ്രിന്റ് എന്താണ്? is above 5. അതല്ല, അങ്ങനെയാണെങ്കിൽ, അതല്ല എങ്കിൽ എൽസ് എന്ത് ചെയ്യണം? അതായത് 10-നേക്കാൾ മുകളിലല്ല, 10-നേക്കാൾ താഴെയാണെങ്കിൽ
print is a small boy. 5 വയസ്സിനേക്കാൾ മുകളിലാണെങ്കിൽ ഹീസ് above 5, 5 വയസ്സിനേക്കാൾ താഴെയാണെങ്കിൽ എന്നാണ് എൽസിൻ്റെ അർത്ഥം. ഹീസ് എ സ്മോൾ ബോയ്. നമുക്കിത് റൺ അയക്കാം. ഇത് സേവ് ചെയ്യണം ചോദിക്കും. ഡെസ്ക്ടോപ്പിൽ എന്തെങ്കിലും പേരിൽ സേവ് ചെയ്യാം. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞാൽ ഹീസ് above 5, 5 വയസ്സിനേക്കാൾ മുകളിലാണ്. ഇനി നമുക്ക് മറ്റൊന്നും കൂടി നോക്കണം. 5 വയസ്സിനേക്കാൾ മുകളിലാണെങ്കിൽ ശരിയാണ്. നമുക്ക് വേറെ രൂപത്തിൽ നോക്കാം. അതായത് ഒരാൾ ചോദിക്കാം, ഓന് 10 വയസ്സാണെങ്കിൽ ഓന് 10 വയസ്സാണ്. ഇനി ഓന് 11 വയസ്സാണെങ്കിൽ ഓന് 11 വയസ്സാണ്. ഇനി 12 ആണെങ്കിൽ ഓന് 12 വയസ്സാണ് എന്നുള്ള രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഈക്വൽ ടു 10. ഓന് 10 വയസ്സാണെങ്കിൽ വേണ്ട, നമുക്ക് ഓന് 13 വയസ്സാണെങ്കിൽ ഓന് 13 വയസ്സാണ്. ഓക്കെ, അതല്ല, ഇനി ഇത് പുതിയൊരു കണ്ടീഷൻ. ഈഫിൻ്റെയും എൽസിൻ്റെയും സെൻട്രൽ ആയിട്ട് വരുന്നൊരു കണ്ടീഷനാണ് LE. അതല്ല, ഇനി ഏജ് എന്ന് പറയുന്നത് 12 ആണെങ്കിൽ print is 12. ഇനി അതുമല്ല, നമുക്ക് LF വീണ്ടും യൂസ് ചെയ്യാം. ഏജ് is equal to 11 ആണെങ്കിൽ print is 11. അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ് എൽസിൻ്റെ അർത്ഥം. പക്ഷെ അതിൻ്റെ മുമ്പ് നമുക്ക് ഒന്നും കൂടി അറിയാം. if age is equal to 10, print is 10. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപം എങ്ങനെയാണ്? if 13 വയസ്സാണെങ്കിൽ എഴുതണം 13 ആണ്, 12 ആണെങ്കിൽ 12 ആണ്, 11 ആണെങ്കിൽ 11 ആണ്, 10 ആണെങ്കിൽ 10 ആണ്. ഇതൊന്നും അല്ലെങ്കിൽ ഹീസ് എ സ്മോൾ ബോയ് എന്ന് എഴുതാൻ പറ്റുമോ? ഐ ഡോണ്ട് നോ. ചിലപ്പോൾ മുകളിലായിരിക്കാലോ. ഐ ഡോണ്ട് നോ അബൌട്ട്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റാണ് ട്രൂ ആവുക? ഇത് ഫോൾസ് ആണ്, ഇത് ഫോൾസ് ആണ്, ഇത് ഫോൾസ് ആണ്, ഇത് ട്രൂ ആണ്. അതോടുകൂടി ഇത് പ്രിൻ്റ് ചെയ്യും. ഹീസ് 10. നമുക്ക് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്യുക. ഹീസ് 10. ഇനി നമ്മൾ 50 വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ 13 അല്ല, 12 അല്ല, 11 അല്ല, 10 അല്ല, എൽസ് ആണ് വരിക. അപ്പോൾ റൺ മൊഡ്യൂൾ ഐ ഡോണ്ട് നോ അബൌട്ട്. അപ്പോൾ ഈഫ് എൽസ് കണ്ടീഷനുകളുടെ യൂസ് അതാണ്. ഇനി നമുക്ക് വേറെ രൂപത്തിൽ നോക്കാം. ഉദാഹരണത്തിന് നെയിം ഈക്വൽ ടു അമ്മു. അപ്പോൾ ഇഫ് നെയിം ഈക്വൽ ടു അമ്മു ആണെങ്കിൽ എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് വേറെ രൂപത്തിലും ചില കണ്ടീഷനുകൾ നമ്മൾ റിയൽ ലൈഫിൽ വെക്കും. അതായത് അമ്മോ അപ്പോ അതിൽ ആര് വന്നാലും കുഴപ്പമില്ല, അവനെ കയറ്റിക്കുക. അമ്മ ആയാലും അപ്പോ ആയാലും കുഴപ്പമില്ല, വേറെ ആരാണെങ്കിലും അകത്തേക്ക് ഇങ്ങോട്ട് കയറ്റണ്ട എന്ന രൂപത്തിൽ നമ്മൾ സംസാരിക്കും. അതേപോലെ നമുക്ക് പൈത്തോണിൽ പറയാം. ഇഫ് നെയിം ഈക്വൽ ടു അമ്മു, നെയിം അമ്മു ആണെങ്കിൽ നമുക്കത് ഒന്നും കൂടി നന്നാക്കണമെങ്കിൽ കമ്മിങ് പേഴ്സൺ. ഓക്കെ, കമ്മിങ് പേഴ്സൺ തൽക്കാലത്തിനുള്ളൊരു വേരിയബിളാണ്. വരുന്ന ആൾ കമ്മിങ് പേഴ്സൺ അമ്മു ആണെങ്കിൽ, ഓർ അല്ലെങ്കിൽ കമ്മിങ് പേഴ്സൺ അപ്പു ആണെങ്കിൽ, അപ്പുവോ അമ്മുവോ ആരായാലും വേണ്ടില്ല, ആ രണ്ട് കൂട്ടിൽ ആര് വന്നാലും കയറ്റിക്കോ എന്നുള്ളതാണ്. അമ്മുവോ അപ്പുവോ ആര് വന്നാലും പ്രിന്റ് കം ഹോം, വീട്ടിലേക്ക് വന്നോളൂ. ബാക്ക് സ്പേസ് അടിച്ചു. എൽസ് അല്ലെങ്കിൽ വേറെ ആര് വന്നാലും എന്താ പറയണ്ടത്? സോറി, you have no permission. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ആരാണ്? അമ്മു ആണ് വരുന്നത്. സ്വാഭാവികം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കം ഹോം. അതേസമയം വേറെ ആരോണ് വന്നത്? കാവ്യ വന്നു സങ്കല്പിക്കാം. മൊഡ്യൂൾ ഓക്കെ, സോറി യു ഹാവ് നോ പെർമിഷൻ. കാവ്യക്കകത്തേക്ക് വരാനുള്ള സൗകര്യമില്ല. ഇനി നമുക്കപ്പോൾ ഓർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ
ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോ അല്ലെങ്കിൽ എന്നാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അമ്മു ആയാൽ മതി, അല്ലെങ്കിൽ അപ്പു ആയാൽ മതി. ഇതിൽ ആര് വന്നാലും എന്താണ് അകത്തേക്ക് കയറ്റും. ഇതിപ്പോൾ ഈ സെൻറ്റൻസ് മാത്രമേ ഇതിൽ ട്രൂ ഉള്ളൂ, ഇത് മാത്രമേ ശരിയായ സെൻറ്റൻസ്. ഇത് ഫാൾസ് ആണ്. യഥാർത്ഥത്തിൽ കമ്മിങ് പേഴ്സൺ അമ്മു ആയിരുന്നല്ലോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ തന്നെ, ഉദാഹരണത്തിന് നേരത്തെ അമ്മു ആയിരുന്നു, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ട്രൂ ആയിട്ടുള്ളത്. ഇത് ഫാൾസ് ആണ്. പക്ഷെ ഇത് ട്രൂ ആണെങ്കിലും ഇത് ട്രൂ ആണ്, ഇത് ഫാൾസ് ആണ്. ഇത് ഫാൾസ് ആയിട്ട് കൂടി ഇത് റൺ ചെയ്തു. കാരണം ഓർ ഓപ്പറേറ്ററിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. അതേസമയം രണ്ടും വേണം. രണ്ടും ആൻഡ് ഉപയോഗിക്കാം. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. നമ്പർ is equal to 50. If number is greater than 10, 10നേക്കാൾ വലുതാണെങ്കിൽ, and number is less than 100, 100നേക്കാൾ ചെറുത്. നമ്മുടെ ഇവിടെ ആൻഡ് ഓപ്പറേറ്റർ if ആൻഡ് കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. അഥവാ നമ്പർ 10നേക്കാൾ വലുതും ആവണം, 100നേക്കാൾ ചെറുതും ആവണം, എന്നാലേ ഈ കണ്ടീഷൻ റൺ ആവും. പ്രിന്റ് it is okay. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഇറ്റ്സ് ഓക്കെ, ഓക്കെയാണ്. 10നേക്കാൾ വലുതുമാണ്, 100നേക്കാൾ ചെറുതുമാണ്. സപ്പോസ് നമ്മൾ 5 ഇട്ട് നോക്കാം. 5 100നേക്കാൾ ചെറുതാണ്, പക്ഷെ 10നേക്കാൾ വലുതല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. നമ്മൾ റൺ ചെയ്യുന്നു, ഒന്നും സംഭവിച്ചില്ല. കാരണം എന്താ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആയതോടുകൂടി ഈ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ മൊത്തത്തിൽ ഈ കണ്ടീഷൻ റൺ ചെയ്യില്ല. ഓക്കെ, നമുക്കിവിടെ എൽസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ one of the condition is false. ഓക്കെ, ഇതിൽ ഈ കണ്ടീഷൻ ഫാൾസ് ആയി, അതുകൊണ്ടാണ് അത് റൺ ആവാതെ പോകും. one of the condition is false. അപ്പോൾ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത്, ആൻഡ് കീവേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആയിരിക്കണം, ഈ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആയിരിക്കണം. ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആയി കഴിഞ്ഞാൽ ഇത് റൺ ചെയ്യില്ല, പകരം എൽസ് കണ്ടീഷൻ ഏതാണോ അതിലേക്ക് കോഡ് വരും. സോ ഈ വീഡിയോയിൽ അതാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഐ ഹോപ്പ് യു ഗാട്ട് സംതിങ് ഫ്രം ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. പൈത്തൺ മലയാളത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക. ഓക്കെ, ഗുഡ് ബൈ.